ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി രണ്ടാമത്തെ ദിവസമാണ്. രാവിലെ തന്നെ പൊതിച്ച് മൂടിയിരുന്ന് ലാലേട്ടൻ്റെ തൂവാനത്തുമ്പികൾ കണ്ടുകൊണ്ടിരിക്കുക. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ ഫിലിം. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ടി വിയിൽ വന്നാൽ ഞാനിങ്ങനെ ഇരുന്ന് കാണും. അതിന് എത്ര വയ്യെങ്കിലും ഞാൻ ഇരുന്ന് കാണും. അപ്പോൾ ഇന്നലെ CT സ്കാനിൻ്റെയൊക്കെ റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ ഒരു കാര്യം പറഞ്ഞു, സർജറി വേണം. എന്തിനാ? അപ്പൻഡിക്സ് റിമൂവ് ചെയ്യണം. അപ്പോൾ അതാണ് കാര്യം, അപ്പൻഡിസൈറ്റിസ്. ഡോക്ടർ വേറൊരു കാര്യം കൂടെ പറഞ്ഞു, ലാപ്രോസ്കോപ്പി ചെയ്താൽ മതി, അതായത് കീഹോൾ. അപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എന്നാലും ഓപ്പറേഷൻ തിയേറ്ററിൽ ഫസ്റ്റ് ടൈം കയറുന്ന ഞാൻ കുറച്ച് പേടിച്ചായിരുന്നു. പക്ഷേ നമ്മളത് മുഖത്ത് കാണിക്കാൻ പാടില്ലല്ലോ. എൻ്റെ പ്രധാന ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, ഈ അനസ്തേഷ്യ തരുന്ന സമയത്ത് ഞാനെങ്ങാനും ഉറങ്ങിയില്ലെങ്കിലോ, ഇനി അഥവാ ഉറങ്ങിയാൽ തന്നെ സർജറിക്കിടയിൽ ഞാൻ എണീറ്റാലോ, ഇങ്ങനെയൊക്കെ കുറച്ച് പൊട്ടത്തരങ്ങൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചായിരുന്നു. പക്ഷേ ഡോക്ടർ ഒരു പാവമായതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ ഡൗട്ടും നല്ല കാര്യമായിട്ട് തന്നെ ക്ലിയർ ചെയ്ത് തന്നു. അങ്ങനെ ആ ഒരു ധൈര്യത്തിൽ കുളിച്ച് റെഡിയായിരുന്നപ്പോഴാണ് പെട്ടെന്ന് നേഴ്സ് വന്ന് പറഞ്ഞ് ഒരു മെഡിസിൻ ഇഞ്ചെക്ട് ചെയ്യാനുണ്ട്. അങ്ങനെ ഞാൻ വീണ്ടും ബെഡിലേക്ക് കയറി. പിന്നെ ഉടനെ തന്നെ ഗൗണൊക്കെ എടുത്തിട്ട് മുടിയൊക്കെ 2 സൈഡ് പിന്നിയിട്ട് ഞാൻ റെഡിയായി. ഞാനല്ല കേട്ടോ പിന്നിയിട്ടത്, കയ്യിൽ ക്യാൻഡിൽ ഉള്ളതുകൊണ്ട് എനിക്ക് പിന്നാൻ പറ്റിയില്ല. ആൻഡ് എൻ്റെ ബൈസ്റ്റാൻഡർക്ക് മുടി പിന്നുന്നതിൻ്റെ ABCD പോലും അറിയാത്തതുകൊണ്ട് നേഴ്സാണ് അതിന് ഹെൽപ്പ് ചെയ്തത്. ഉച്ചയ്ക്ക് ഒരു 12:50 ഞാൻ OTയിൽ കയറിയതാണ്. സർജറിയും കഴിഞ്ഞ് ഒബ്സർവേഷനും കഴിഞ്ഞ് ഏകദേശം ഒരു രാത്രി 9:30 9:45 ആയപ്പോഴാണ് പിന്നെ തിരിച്ച് റൂമിലെത്തുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഡൗട്ടില്ലേ, അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു. അനസ്തേഷ്യ തരാമെന്ന് ഡോക്ടറെ കണ്ടെന്ന് ഹായ് പറഞ്ഞേ ഉള്ളൂ. 2 മിനിറ്റിൽ ഞാൻ ഡിം. പിന്നെ ബോധം വരുമ്പോൾ ഞാൻ റിക്കവറി ICUവില്ല. അപ്പോൾ എന്നെപ്പോലെ ആ ഒരു പേടി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ യാതൊരു ആവശ്യമില്ല. OTയിൽ കയറി കഴിഞ്ഞാൽ വിത്തിൻ മിനിറ്റ്സ്, വിത്തിൻ സെക്കൻഡ്സ് അവർ നമ്മളെ ഉറക്കിയിരിക്കും. ഒബ്സർവേഷനൊക്കെ കഴിഞ്ഞ് തിരിച്ച് റൂമിലെത്തി നീണ്ടു നിവർന്ന് കിടക്കുന്നതാണ് ഇപ്പം ഈ കാണുന്നത്. എണീക്കാനും ഇരിക്കാനും നടക്കാനും ഒക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എന്നാലും സർജറി കഴിഞ്ഞപ്പോൾ മനസ്സിനൊരു സമാധാനമായി. ഈ കുപ്പായം എന്താ മാറാത്തേ എന്നാണോ ആലോചിക്കുന്നത്? അത് ചെറിയൊരു പണി കിട്ടിയതാണ്. സർജറി കഴിഞ്ഞാൽ ഇടാൻ കംഫർട്ട് മാക്സി ആണെന്നുള്ള കാര്യം എനിക്ക് ആദ്യം അങ്ങോട്ട് മനസ്സിൽ പോയില്ല. കഴിഞ്ഞിറങ്ങി വേദനയൊക്കെ മനസ്സിലാക്കി തുടങ്ങിയപ്പോഴാണ് ആ ബുദ്ധി വന്നേ. പിന്നെ ഭാഗ്യത്തിന് ഫ്ലാറ്റിൽ എൻ്റെ ഫ്രണ്ട് ഉള്ളതുകൊണ്ട് അപ്പം തന്നെ അവളെ വിളിച്ച് കാര്യം പറഞ്ഞു. അപ്പോൾ ഐറ്റം കൈ കിട്ടുന്നവരെ ഞാൻ ഈ ഗൗണ് ഇട്ട് ഇവിടെ തന്നെ കിടന്നു. അഡ്മിറ്റ് ആവുന്നതിൻ്റെ തലേന്ന് രാത്രി ഡിന്നർ കഴിച്ചാൽ പിന്നെ ഈ നേരം വരെയും ഈ കുത്തി വെച്ചുകൊണ്ടിരിക്കുന്ന ഫ്ലൂയിഡ് അല്ലാണ്ട് വളരെ കുറച്ച് വെള്ളം മാത്രമാണ് കുടിച്ചേക്കുന്നത്. ഭക്ഷണം കണ്ടിട്ടും കൂടിയില്ല. അപ്പോൾ അതാണ് അപ്പൻഡിസൈറ്റിസിൻ്റെ ഒരു പ്രോബ്ലം, ഫുഡ് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇനിയും ഈ ഫ്ലൂയിഡ് ഡയറ്റ് കണ്ടിന്യൂ ചെയ്യണം. നാളെ രാവിലെ ഡോക്ടർ വന്ന് കണ്ടിട്ട് വേണം സോളിഡ് ഫുഡ് കഴിക്കാൻ. അപ്പം ശരി, നാളെ കാണാം.